കഴിഞ്ഞയാഴ്ച കേരളത്തെ അതുപോലെ ഇന്ത്യയെ ആകെ ഞെട്ടിച്ചത് രണ്ട് ആകസ്മികമായിട്ടുള്ള മരണങ്ങളാണ്. ഒന്ന്, ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ ശുക്രനക്ഷത്രമായിട്ടുള്ള അജിത് പവാറിൻ്റെ മരണം, ആകസ്മികമായ മരണം, വിമാന അപകടത്തിലെ മരണം. മറ്റൊന്ന്, കേരളീയരെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഞെട്ടിപ്പിച്ച ഒരു മരണം, ബാംഗ്ലൂരുവിലെ അവരുടെ തന്നെ ആസ്ഥാനത്ത് കോൺഫിഡൻഷ്യൽ ഗ്രൂപ്പിൻ്റെ കോൺഫിഡൻറ്റ് ജോയി എന്നറിയപ്പെടുന്ന ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ്, CJ റോയിയുടെ സ്വയം വെടിവെച്ചുള്ള മരണം, ആത്മഹത്യ. സ്വന്തം റിവോൾവർ കൊണ്ട് അദ്ദേഹം വെടിവെച്ചപ്പോൾ, നെഞ്ചത്തേക്ക് വെടിവെച്ചപ്പോൾ വെടിയുണ്ട പാഞ്ഞിറങ്ങിയത് സ്വന്തം പുറത്തുകൂടിയാണ് പാഞ്ഞിറങ്ങിയത്. അത്ര ശക്തവും രൂക്ഷവുമായിട്ടുള്ള ദേഷ്യത്തോടെയോ വിഷമത്തോടോ കൂടിയുള്ള ഒരു വെടിവെപ്പ്. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് കേരളം ഇതുവരെ മുക്തരായിട്ടില്ല. ഇന്ന് 3 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ തന്നെ അവിടുത്തെ കെട്ടിടങ്ങളിലൊന്നിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടക്കുക. അവിടെ തന്നെയാണ് ഇപ്പോൾ പ്രദർശനവും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്ന ദിവസമായ ഞായറാഴ്ച വളരെയധികം ദുഃഖമുണ്ട്. അദ്ദേഹത്തിൻ്റെ കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പങ്കാളികളായവർക്ക് സഹിക്കാനാവാത്ത, ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദുഃഖം അവിടെ തളം കെട്ടി നിൽക്കുന്നു. ആ ദുഃഖത്തിൽ നമുക്കും പങ്കുചേരാം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് അമൃത ആശംസകൾ നേരാം. കണ്ണീരോടുകൂടി അദ്ദേഹത്തിന് വിട നൽകാം. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും എന്തുകൊണ്ട് അദ്ദേഹം സ്വയം ഇങ്ങനൊരു ക്രൂരമായ കൃത്യം തന്നോട് തന്നെ, തൻ്റെ ഗ്രൂപ്പിനോട് തന്നെ ചെയ്തു എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നു. എന്താണ് അതിനെ പ്രേരിപ്പിച്ചത്? നമുക്കറിയാവുന്നതുപോലെ ഇൻകം ടാക്സ് അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ കോൺഗ്രസ് അതുപോലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും ആരോപിക്കുന്നുണ്ട് അദ്ദേഹത്തെ ഇൻകം ടാക്സ് വേട്ടയാടുകയായിരുന്നു. ഇതിൽ കോൺഗ്രസ് അതുപോലെ തന്നെ CPM-ഉം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിലെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണല്ലോ ആദായ നികുതി വകുപ്പ് വരുന്നത്. ഇവിടുത്തെ മുതലാളിമാരെ സഹായിക്കുകയും പാവപ്പെട്ടവരെ പിഴിഞ്ഞെടുത്ത് കണ്ണീര് കുടിപ്പിക്കുകയുമാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷെ ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ് എന്ന് പറയുന്ന CJ റോയ് ഒരിക്കലും ഒരു പാവപ്പെട്ടവനായിരുന്നിട്ടില്ല. അങ്ങനെ ഒരു ബിഗിനിങ് അല്ല അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ ഒന്നാം തരം കമ്പനിയിൽ ഒന്നാം തരം ജോലി ഉപേക്ഷിച്ച് റിയൽറ്ററായിട്ട് മാറിയ ബുദ്ധിമാനും അതുപോലെ തന്നെ തന്ത്രശാലിയുമായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയും തന്ത്രവും തന്നെയാണ്. അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഇൻകം ടാക്സുകാർ അദ്ദേഹത്തെ വേട്ടയാടി, ഉപദ്രവിച്ചു, ക്രൂരമായിട്ട് പെരുമാറി, റെയ്ഡുകൾ നടത്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞത് പിൻവലിക്കണം. അതായത് ക്രോണി ക്യാപിറ്റലിസം ഉണ്ട്, മുതലാളിത്ത ചങ്ങാത്തമുണ്ട്. അദ്ദേഹം ഒരു മുതലാളിയായിരുന്നല്ലോ. അദ്ദേഹത്തോട് ക്രൂരമായി പെരുമാറിയതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് പിൻവലിക്കണം. അവരോടൊക്കെ ചങ്ങാത്ത മുതലാളിത്തം നടത്തുന്നു, പാവപ്പെട്ടവരെ ദ്രോഹിക്കുന്നു, പാവപ്പെട്ടവരെ കൂടുതൽ പട്ടിണിക്കാരായിട്ട് മാറ്റുന്നു എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരെ ഉന്നയിച്ച ആരോപണം. അത് പിൻവലിക്കണം. ഇന്ന് ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം കൂടിയാണല്ലോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം. ഒരു സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒറ്റ തന്തയെ പാടുള്ളൂ, ഒരഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കണം. ഇപ്പോൾ ഇവിടെ പറയുന്ന ഇദ്ദേഹത്തെ വേട്ടയാടിയത് കേന്ദ്ര ഗവൺമെൻറ്റാണെന്ന്. നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങൾ വളരെ ആളുകളെ വിശ്വസിപ്പിക്കുന്ന വിധം, വിശ്വാസശീലരെ അതേപടി വിശ്വസിക്കുന്ന വിധം പ്രചരിപ്പിക്കുന്നത് തെറ്റായ നിലപാടാണ്. സത്യം അറിയണം, സത്യം പുറത്തു വരണം. അതിനിപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. കർണാടകത്തിലുള്ളത് BJP-യുടെ ഗവൺമെൻറ് അല്ല, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ്. അതിൻ്റെ CID വിഭാഗം അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്, അവരന്വേഷിക്കുന്നുണ്ട്. അതിനു മുമ്പേ നിങ്ങൾ വിധി പറയരുത്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ കോടാനുകോടികളുടെ സ്വത്തുള്ള ഒരു വലിയ മുതലാളി, വിജയിച്ച മുതലാളി തന്നെയായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ ജോസഫ് റോയ് എന്ന് പറയുന്ന കോൺഫിഡൻറ്റ് ജോയ്. എപ്പോഴും അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു.
ഓവർ കോൺഫിഡൻസും ഉണ്ടായിരുന്നു, തൻ്റെ ഇടവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മുതലാളിക്ക് ഈ IT-കാരെ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല സാധാരണഗതിയിൽ. അദ്ദേഹം തന്ത്രശാലി ആയതുകൊണ്ട് തന്നെ എങ്ങനെ നേരിടാം. ബിസിനസ് ആകുമ്പോൾ കുറച്ച് കള്ളങ്ങളൊക്കെ ഉണ്ടാവും. നേരെ ചൊവ്വേ ബിസിനസ് നടത്തി അത് പൊളിയേ ഉള്ളൂ, എല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. അവിടെ കുറച്ചൊക്കെ കൗശലങ്ങൾ വേണ്ടി വരും, കുൽസിതങ്ങൾ വേണ്ടി വരും. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്തു തന്നെയാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാനും അതിനെ നേരിടാനും അതിനെ മറികടക്കാനും ഒക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇൻകം ടാക്സ് തന്നെ വന്നു കഴിഞ്ഞാൽ, ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ ഇത് ED അല്ല വന്നിരിക്കുന്നത്. ED ആകുമ്പോൾ അതിനെ കുറച്ച് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റാണ്. അവർ കൂടുതൽ ശക്തമായ ശൈലിയിലായിരിക്കും അവരുടെ ഇരകളെ നേരിടുക. ഇതങ്ങനെയല്ല. ഇൻകം ടാക്സ് പറഞ്ഞു തീർക്കുക. നമ്മളത് കണ്ടതല്ലേ ഇവിടെ CMRL ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ. ഇൻകം ടാക്സുകാരൻ വന്നിട്ട് അവിടെ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് പോകുമായിരുന്നു. ഒരു സംശയം മാത്രം. അതാണ് കമ്പനി ഫ്രോഡിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ ഇൻകം ടാക്സ് വന്ന് എന്താ പറഞ്ഞത്? ഭൂലോക ഫ്രോഡായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 5 പൈസ പോലും സ്വന്തമായിട്ട് വരുമാനമില്ലാത്ത, ടാക്സ് കൊടുക്കാത്ത വ്യക്തിയാണ്. ED എന്താ കണ്ടെത്തിയത്? അദ്ദേഹത്തിന് 30 കോടിയിലധികം രൂപയുടെ സ്വത്ത് ഉണ്ട് ബിനാമിയായിട്ടും മറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഈ IT-യെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കും ടാക്സ് ശരിയായിട്ട് അടച്ചിട്ടുണ്ടോ, അതാണ് അവരുടെ ജോലി. അടച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് പിഴയോടുകൂടി അടച്ചാൽ തീർന്നു. അങ്ങനെ എത്രയോ പേര് അതിൽ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ അതിനപ്പുറമുള്ള എന്തോ, അതായത് ഈ കോൺഫിഡൻറ്റ് ജോയിക്ക് കോൺഫിഡൻസ് മാത്രമല്ല കോൺഫിഡൻഷ്യലായിട്ടും എന്തോ ഉണ്ടെന്നുള്ളതാണ്. അതാണ് നമുക്കറിയേണ്ടത്. അതെന്താണ്? ഒരു മരണത്തിലേക്ക്, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ആ ആത്മഹത്യയിലേക്ക് തന്നെയും തൻ്റെ സ്ഥാപനങ്ങളെയും നയിച്ച അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് എല്ലാ ബിസിനസ്സുകാരും പഠിക്കേണ്ട ഒരു പാഠം കൂടിയാണ്. അതുകൊണ്ടാണിത് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കുടുംബത്തോടൊപ്പം അവരുടെ ദുഃഖത്തോടൊപ്പം നമ്മളതിൽ പങ്കുചേരുന്നു. പക്ഷേ സത്യവും പുറത്തു വരണം. ഇവിടെ പല കാര്യങ്ങളും പലതും പറയും, ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ പറയപ്പെടുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് തന്നെ, അദ്ദേഹത്തിൻ്റെ ആ ഹെഡ് ക്വാർട്ടേഴ്സിൽ തന്നെ ഒരു വലിയ B നിലവറ ഉണ്ടായിരുന്നു. ആ B നിലവറ തുറക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടു. അത് ആവശ്യപ്പെടാൻ അവകാശം അവർക്കുണ്ട്. അത് നിയമവിരുദ്ധമൊന്നുമല്ല. സേതുരാമയ്യർ CBI ആണത്, ഇൻകം ടാക്സ് അല്ല. എങ്കിലും നമ്മൾ കണ്ടതാണല്ലോ, തുറക്കാത്ത മുറികൾ തുറപ്പിക്കും. അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് അന്വേഷണമായിട്ട് പോകുന്നത്. കാരണം അവരവരുടെ ഡ്യൂട്ടി ചെയ്യുകയാണ്. അവർക്ക് കണ്ടെത്തേണ്ടത് സത്യമാണ്. സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ സമ്മർദ്ദം ചെലുത്തും. അതവരുടെ ജോലിയുടെ ഭാഗമാണ്. നമ്മൾ സമ്മർദ്ദം ചെലുത്താതിരിക്കാൻ 2 കാര്യങ്ങളുണ്ട്. ചെയ്തതെല്ലാം സത്യമായിരിക്കണം. എവിടെയും പറയാനുള്ള തെളിവുകൾ. സത്യം ചെയ്താൽ മാത്രം പോരാ, സത്യമാണ് ചെയ്തതെല്ലാം എന്നുള്ളതിൻ്റെ എവിഡൻസ് നമ്മൾ സൂക്ഷിക്കണം ബിസിനസ്സുകാരാകുമ്പോൾ. അല്ലെങ്കിലും സൂക്ഷിക്കണം. കാരണം മറ്റൊരാളും നമ്മളെ ക്രോസ് ചെയ്യാൻ ഇടയാക്കരുത്. സത്യസന്ധവും ഋജുമായ പാതകളിൽ കൂടി പോകുമ്പോൾ. അല്ലാത്തത് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടായിരിക്കണം. ഉള്ളവരാണ് ബിസിനസ്സുകാർ. അല്ലെങ്കിൽ അവർക്ക് വിജയിക്കാൻ പറ്റുകയില്ല. അങ്ങനെയാണ് അവർ ലാഭം ഉണ്ടാക്കുന്നത്. സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. അങ്ങനെ 100% സത്യസന്ധരായ ഒരു ബിസിനസ്സിനുകാരനും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടാവാം. ഉണ്ടെങ്കിൽ അതൊരു അത്ഭുതം തന്നെയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ രഹസ്യങ്ങൾ കണ്ടെത്തണം. അതുപോലെ തന്നെ ഇദ്ദേഹം ആഡംബര ജീവിതം നയിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായിരുന്നത് ലളിതമായിട്ടുള്ള തുടക്കം. അന്നൊക്കെ നമുക്ക് സൈക്കിൾ പോലും ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു മാരുതി 800 കാറാണ് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം വിറ്റ് ഇത്രയും വലിയ ഒരു മുതലാളിയാവുന്ന അദ്ദേഹം തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരിക്കില്ല. അപ്പോൾ ആ കാറ് വിറ്റ് കഴിഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന് ലംബോർജിനി ഉൾപ്പെടെ കാറുകളുടെ വമ്പിച്ച ഒരു ശേഖരം തന്നെ, വിൻറ്റേജ് കാറുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായി. 100-150 കാറുകളുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള കാറുകൾ. ആ കാറുകളെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് സ്വന്തമായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ മാരുതി കാർ വേണമെന്നൊരു തോന്നൽ, തൻ്റെ ആദ്യത്തെ കാർ, പലർക്കും തോന്നാറുള്ള ഒരു തോന്നലാണത്. അതൊരു വിൻറ്റേജ് കാറായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരസ്യം ചെയ്തു. പരസ്യം ചെയ്ത കൊണ്ടുവരുന്ന ആൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കാവുന്നത്. കാറിൻ്റെ വിലയല്ല, കാറിൻ്റെ 10 ഇരട്ടിയോളം വില കൊടുത്ത് ആ കാർ കിട്ടി അദ്ദേഹത്തിന്. പരസ്യമൊക്കെ ഉണ്ടല്ലോ, മുതലാളിയല്ലേ, പരസ്യത്തിന് പണം മുടക്കാൻ ഇഷ്ടം പോലെ പണമുണ്ട്. അപ്പോൾ അങ്ങനെ ആ കാർ തിരിച്ച് കിട്ടി. അത് അദ്ദേഹത്തിൻ്റെ ശേഖരത്തിൻ്റെ കൂട്ടത്തിലുണ്ട്. ലംബോർജിനികളുണ്ട്, റോൾസ് റോയ്സുകളുണ്ട്. നമുക്കിത് ഉപമിക്കാവുന്നത് ഓഷോ രജനീഷുമായിട്ടാണ്. അദ്ദേഹത്തിന് 40ഓളം റോൾസ് റോയ്സ് കാറുകൾ തന്നെ ഉണ്ടായിരുന്നു. ഈ സന്യാസ ജീവിതം നയിക്കും. ഇദ്ദേഹം ബിസിനസ്സുകാരനാണ്. ഇദ്ദേഹം അപ്പോൾ ബിസിനസ്സുകാർക്ക് വാങ്ങിക്കാം. ജയലളിത ബിസിനസ്സുകാരി അല്ല, മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ ഇതുപോലെ ഇതേ ലക്ഷക്കണക്കിന് രൂപയുടെ
വില വരുന്ന ചെരുപ്പുകൾ വാങ്ങിച്ച് കൂട്ടിയിരുന്നു എന്നാണ് പിന്നെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ പണം കൊണ്ട് വാങ്ങിക്കുന്ന ഒരു തെറ്റുമില്ല, അവരുടേതായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ ഈ ബി നിലവറ പോലെ ഒരു നിലവറയിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് പറയുന്നു. അത് സത്യമാണോ ഇല്ലയോ, റൂമറുകൾ പരന്ന സ്ഥിതിക്ക് അത് സത്യമാണോ ഇല്ലയോ എന്നറിയാനും, അതുപോലെ ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയി എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ സത്യസന്ധത എത്രമാത്രം ഉണ്ടെന്നുള്ളതിനും സംബന്ധിച്ച് അന്വേഷണം ഉണ്ടാകണം. അതുപോലെ തന്നെ IT-യുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭീഷണി, അവരിൽ ആരെങ്കിലും ചിലപ്പോൾ കൈക്കൂലി വാങ്ങിക്കുന്നവർ അവരിലും ഉണ്ടാവാം. അങ്ങനെ വാങ്ങിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന പിടിച്ച് ജയിലിൽ അടയ്ക്കണം, അവരെ അഴികൾക്കുള്ളിലാക്കണം. അതിനുവേണ്ടി കൂടെ തീർച്ചയായിട്ടും ഒരന്വേഷണം ഉണ്ടാകും. കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഈ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഇനിയും മുതലാളിമാരുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. സാധാരണ നമ്മൾ കാണുന്നത് ജപ്തി ചെയ്ത വീടുകൾ, ജപ്തി അടയ്ക്കാൻ പണമില്ലാതെ, ബാങ്കിലടയ്ക്കാൻ പണമില്ലാതെ ബാങ്കുകൾ വന്ന് ജപ്തി അടയ്ക്കുമ്പോൾ നടു റോഡിലേക്ക് ഇറങ്ങിപ്പോയി അടച്ചുറപ്പില്ലാത്ത വീടുകൾ താമസിക്കേണ്ടി വന്ന് അവിടെ ഗതികെട്ട് ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ കഥകളാണ്. അതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ബാങ്കുകൾ അങ്ങനെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ചരിത്രം ധാരാളമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടന്നിരിക്കുന്നത് വൻ മുതലാളി തന്നെ ആത്മഹത്യ ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പണത്തിൻ്റെ ഇല്ലായ്മയും പണത്തിൻ്റെ ധാരാളിത്തവും ഇങ്ങനെ ആത്മഹത്യകളിലേക്ക് നയിക്കാറുണ്ടെന്നുള്ള ഒരു ചിന്താ വിഷയം കൂടി ഈ ഞായറാഴ്ച നമുക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ സത്യം അത് വരും. സത്യം വരുമ്പോൾ ഈ പറഞ്ഞ റൂമറുകൾ ഒക്കെ പറഞ്ഞവർ തീർച്ചയായിട്ടും പശ്ചാത്തപിക്കണം, അതിന് ക്ഷമയും പറയണം എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഈ മനുഷ്യൻ്റെ, ഈ മഹാനായ മനുഷ്യൻ്റെ മരണത്തിൽ ഉള്ള ആ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.